ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. 3 പീസ് നൈറ്റി ഇന്ന് ഏറ്റവും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീറ്റഡ് നൈറ്റിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഇന്ന് 3 പീസ് നൈറ്റി, ചുരിദാർ കട്ടിങ് നൈറ്റി യൂസ് ചെയ്യുന്നവർ പോലും കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ രാഹുൽ ടെക്സോ പ്രിൻ്റ് ബ്രാൻഡിൽ വരുന്ന ഒരു നൈറ്റിയുടെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 3 പീസായിട്ടുള്ള നൈറ്റിയുടെ കട്ടിംഗ് ആണ്. അപ്പോൾ ഏകദേശം ഒരു XL XXL ഷേപ്പിൽ വരുന്ന ഒരു നൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഏത് സൈസാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 8 ഇഞ്ച് ഷോൾഡറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറവ്, അതായത് 36, 38 അങ്ങനെയുള്ളവരൊക്കെ അതനുസരിച്ച് 1/2 ഇഞ്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി ഷോൾഡർ. ഓക്കെ, ഇനി ഞാൻ താഴേക്കും അത്രയും തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 8 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ താഴേക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു മെഷർമെൻറ്റ് അതാണ് നമ്മുടെ 3 പീസാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അറ്റത്തുനിന്ന് ഒരു 7 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ്. ഓക്കെ, താഴേക്ക് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആം ഹോളിന് വേണ്ടിയിട്ടാണ്. 7.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 7.5 ഇഞ്ച് മതിയാകും. 7.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെങ്ത്തിൽ നിന്ന് ഒരു 3.5 ഇഞ്ച്, ഓക്കെ, നമുക്ക് കർവിന് വേണ്ടിയിട്ട്, ആം ഹോളിൻ്റെ കർവിന് വേണ്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു 3.5 ഇഞ്ച് അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 9.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ മാർക്ക് ചെയ്ത 9.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു 7.5 ഇഞ്ചിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് തയ്യൽ തുമ്പും കൂടി നമ്മൾ കൊടുത്തിട്ട് അതൊന്ന് വരക്കാം. അപ്പോൾ നമ്മളിവിടെ ആ 1.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് തയ്യൽ തുമ്പ്. അതിനുശേഷം നമ്മൾ ഈ ഒരു 9.5 ഇഞ്ച് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒന്ന് ചേർത്ത് വരക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യോക്ക് പോർഷൻ്റെ കാര്യങ്ങളാണ്. യോക്ക് നമ്മുടെ 3 പീസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇവിടെ ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയിൽ സാധാരണ XL XX അങ്ങനെ എല്ലാ തരത്തിലുള്ളവർക്കും ഒരു 10 ഇഞ്ചാണ് നമ്മൾ യോക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യാറ്. ഓക്കെ, ഏകദേശം അത്രയും തന്നെ മതിയാകും എല്ലാ സൈസുകാർക്കും തന്നെ. നമ്മളിതാ ഇവിടെ ഓപ്പൺ സൈഡിൽ 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു 9.5 ഇഞ്ച് ആ ഒരു കോണിനോട് ടച്ച് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ആ 10ൽ നിന്ന് ഇതുപോലെ ആ ഒരു കോണിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കുന്നത്.
ഇനി നമ്മൾ നമ്മുടെ ആ ഒരു 9.5 ഇഞ്ചിലേക്കുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു 3.5 ഇഞ്ച് നമ്മൾ വരച്ച ആ ഒരു 7.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആ ഒരു 9.5 ഇഞ്ചിലേക്ക് ഉള്ള ആ ഒരു ലെങ്ത്ത്, അതാണ് നമ്മൾ ഇനി ഈ ഒരു താഴ്ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു താഴെ പോയിന്റിലേക്ക് നമ്മൾ ഇതേപോലെ ഞാനിവിടെ മാർക്ക് ചെയ്യാണ് ചെയ്യണേ. ഇനി നമ്മൾ ഈ ഒരു അപ്പം ഞാൻ അതും ഇവിടെ ഒരു ഭാഗം നമ്മൾ വരച്ചു ചെയ്ത് മാറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത അപ്പോൾ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി അതൊന്ന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു പൊസിഷനിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പം ഞാൻ ദാ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ നൈറ്റിയുടെ ബിറ്റിൽ നിന്ന് ഒന്നും തന്നെ പോകാനില്ല, എല്ലാം നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മുടെ ക്രോസ് പീസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. സോ ഒരു പീസ് പോലും കളയാതെ നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഒരു പോർഷൻ നമ്മളിവിടെ മാറ്റുകയാണ്. ഇനി നമ്മളിതാ ഈ ഒരു പോർഷനാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ 3 പീസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, നമ്മുടെ 8 ഇഞ്ച് ആ ഒരു പോയിൻ്റ്, അതൊന്ന് ഡാർക്കൺ ചെയ്യാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അത് നമ്മൾ കുറച്ചും കൂടിയും നമുക്ക് എപ്പോഴും ഈ ഒരു വേസ്റ്റ് പീസുകൾ എപ്പോഴും മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഷേപ്പൊന്നും കളയാതെ, അതായത് ഇപ്പോൾ നമ്മുടെ എക്സസ് പീസ് പോലെ നീണ്ടിരിക്കണം ഒന്നും തന്നെ കളയാതെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പീസിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പീസുകൾ ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യത്തിന് ഈ ഒരു കളറ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓരോ പീസും നമ്മൾ കളയാതെ മാറ്റി വെക്കുക ഈ നൈറ്റിയുടെ ആ ഒരു എൻഡ് വരെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള പീസിൽ നിന്ന് നമ്മുടെ 2 പോർഷനും മാറ്റുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് നമ്മുടെ 3 പീസ്. ഓക്കെ, ബാക്ക് പോർഷൻ നമ്മൾ സാധാരണ നോർമൽ കൊടുക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഒരു പീസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വിഡ്ത്ത് 3 ഇഞ്ച് 3 to 3.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. അധികം ഒന്നും വൈഡാവില്ല. ചിലർക്ക് 2.5 ഇഞ്ച് അതുപോലെ 2.25 ഇഞ്ച് ഒക്കെ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് ഏതാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ താഴേക്കൊരു 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരക്കുന്നുണ്ട് കേട്ടോ. താഴേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ, താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ ഒരു 6 ഇഞ്ച് എന്നുള്ള പോയിൻ്റ് ഉണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ശരിക്കും ഈ ഒരു 6 ഇഞ്ച് വരെയുള്ള ആ ഒരു ലൈൻ വരച്ചിട്ട് താഴേക്ക് ഡോട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് മനസ്സിലാവാനും ഒക്കെ ഇങ്ങനെ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തെന്നുള്ളൂ. ശരിക്കും താഴേക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ചെരിച്ച് അതിന് പ്രത്യേകിച്ച് ഒരു അളവുമില്ല. നമ്മുടെ 6 ഇഞ്ചിൽ നിന്ന് ഒരു കോൺ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഷേപ്പ് കിട്ടാനായിട്ട് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ അതിന് പ്രത്യേകിച്ച് അളവില്ല. ഒരു ഏകദേശം ഒരളവിൽ തന്നെ ഒരു ഇഞ്ചൊക്കെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു താഴേന്ന് ഒരു 1.5 ഇഞ്ച്, ഓക്കെ, അത്രയൊക്കെ മാർക്ക് ചെയ്താൽ മതി. നമ്മളിവിടെ അളവെടുത്തിട്ടല്ല അത് ചെയ്തത്, ഒരു ഏകദേശം അളവിലൊരു കോണാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു താഴെ നമ്മൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു 6 ഇഞ്ചിൽ നിന്ന് ഒരു 3 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലും ആ 6 ഇഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോയിൻ്റ്. ഓക്കെ,
ആ ഒരു 6 ഇഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു പോയിൻ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ വന്നപ്പോൾ ഏകദേശം ഒരു 3.5 ഇഞ്ചോളം ആയിട്ടുണ്ട് നമ്മുടെ വീതി എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ 3 ടു 3.5 എനിക്ക് കുഴപ്പമില്ല. സോ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്, ഉപയോഗിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ആ ഒരു 3.5 ഇഞ്ചും ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ 3 ഇഞ്ച് 3.5 ഇഞ്ചാണ് നമ്മളിവിടെ ഇപ്പോൾ താഴെ വന്നപ്പോഴത്തേക്കും വീതി വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു കോണിൽ നമ്മളൊരു 3 ഇഞ്ച് വരച്ചല്ലോ, എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നിന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു 3 പീസിൻ്റെ ഷേപ്പ് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും അളവിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് 3 പീസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഒരു 2 പീസിൻ്റെ ഷേപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ പീസ് അതിലേക്കുള്ള ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ, ആ ഒരു പാർട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ച് നോക്കുക. അപ്പോൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിടണം. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ വരുന്ന ആ ഒരു ഭാഗം, ഓക്കെ, ആ ഒരു ലെങ്ത്ത് അത് നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പൊസിഷനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തെടുത്ത് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു കർവിലേക്ക് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ മുകളിൽ പ്രത്യേകം 1/2 ഇഞ്ച് വിടാനായിട്ട് മറക്കരുത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വരക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഡാർക്കൺ ചെയ്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് വേണം നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചേക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു 6 ഇഞ്ചിൽ നിന്ന് വരച്ചേക്കുന്ന ഷേപ്പ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ കട്ട് ചെയ്ത് തന്നെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കേട്ടോ, 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു കോണിൻ്റെ ആ ഒരു ഇതിലേക്ക് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് വെട്ടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ താഴത്തെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ഈ നടുക്കുള്ള പീസ് അത് ഒന്ന്, അപ്പോൾ ഈ ഒരു കർവ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആ കോൺ നേരത്തെ വരച്ചതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ലൈൻ നമ്മൾ കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ 3 പീസും റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ കട്ടിങ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാകാത്തവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലുള്ള ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കളയരുത് ഒരിക്കലും. നമ്മൾ ഇതുപോലെ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു 3 പീസാണല്ലോ, അപ്പോൾ അത് 3 പീസും നമുക്കൊരു പൈപ്പിങ്ങിലൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ഒരു 3 മീറ്ററിൻ്റെ പീസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഓരോ പീസും കളയാതിരിക്കുക. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് പൈപ്പിംഗ് ഒക്കെ എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ നൈറ്റിക്ക് പൈപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പീസാണ്. ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അത് നമ്മൾ സാധാ പോലെ തന്നെ നമ്മുടെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഒരു റൗണ്ടോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. സാധാരണ റൗണ്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പീസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഈ 3 പീസിൻ്റെയും താഴെ ഒരു ലൈനിങ് പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റി ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ നമുക്ക് നല്ല സൗകര്യപൂർവ്വം ഇടാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതിനിപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഒരിക്കലും വേണമെന്നില്ല കേട്ടോ. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിലും മതി. കനം കുറഞ്ഞ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കോട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു പീസും നമ്മൾ കളയാതെ എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.